റെഡി ആക്ഷൻ. ഈ കേസ് CBI അന്വേഷിക്കട്ടെ. റെഡി ആക്ഷൻ. ഈ കേസ് CBI അന്വേഷിക്കട്ടെ. ടെൻഷൻ. കോൾ ദ പോലീസ്. മുന്നോട്ട് വരില്ലേ? പറ. കോൾ ദ പോലീസ്. പറഞ്ഞ ആക്ഷമാണ്. ആക്ഷൻ. കോൾ ദ പോലീസ്. ആക്ഷൻ. സർ കോൾ ദ പോലീസ്. ഓക്കെ. ഈ പറഞ്ഞാൽ മതി. അത് റെഡി ആക്ഷൻ. കോൾ ദ പോലീസ്. റെഡി. സർ കോൾ ദ പോലീസ്. അത് നമുക്ക് ഡബിങ് റെഡിയാണ്. ആക്ഷൻ. സർ കോൾ ദ പോലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. പോലീസിന് വരുമ്പോ നിങ്ങൾ കുറിച്ച് കണ്ടോ? അതല്ല വേണ്ട, ഇപ്പൊ ഇറങ്ങുന്ന സീൻ എടുക്കുന്നുള്ളൂ. ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നോക്കല്ലേ. അവിടെ നിർത്തേ, അവിടെ നിർത്തേ. ബാബാ പോയി വരാൻ പറ. ആക്ഷൻ. ഒരു പറകോട്ട് ആള് അതൊക്കെ ആൾക്കാർ വരാൻ. ആക്ഷൻ. ലത്തീഫ് ഓക്കെ അല്ലേ അവരുടെ ഇറങ്ങിക്കോളൂ. അതിന് സാർ എങ്ങനെ എടുക്കും? ചെല്ല്. സാർ അങ്ങോട്ട് പോകും. സാർ അതിലേക്ക് പോകും. ഓക്കെ സാറപ്പം നീ പോ, അങ്ങനെ പോ. റെഡി ആക്ഷൻ. ചിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാരും തള്ളി മാറ്റ്. എന്നാ ഡോർ തുറക്ക്. അങ്ങനെ പോ. റെഡി ആക്ഷൻ. ഒന്ന് ക്ലാപ്പ് ചെയ്യണേ. ആക്ഷൻ. ആക്ഷൻ. ലത്തീഫ്. ഓക്കെ. സല്യൂട്ട് ചെയ്തോ. പോട്ടെ. ഓക്കെ. പോലെ 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 നിർത്ത്. ഓക്കെ, നീ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി നിർത്തിയിട്ട്. അതെ, സാവധാനം ഇറങ്ങിയാൽ മതി. ഇങ്ങോട്ട് നോക്കണ്ട. ഫയലെടുത്തോ. ഇനി അങ്ങനെ അപ്പുറത്ത് പോയിട്ട് ഡോർ തോന്നോ. അങ്ങനെ കൊണ്ടുപോയി തുറക്ക്. എണീറ്റക്ക്. യെസ്, കണ്ണട മാറ്റ്. ഓക്കെ. അവിടെ കൂടെ നോക്ക്. കമോൺ. ആക്ഷൻ. ഓക്കെ, അവിടെ നിന്നോ. ഈ രാഹുലിന്റെ അച്ഛൻ എവിടെയാണ്? വരട്ടെ, നമുക്ക് അന്വേഷിക്കാം. ഓക്കെ, നീ ഫയലിലേക്ക് നോക്കിയോ. എന്നിട്ട് ഫ്രെയിം ഒന്ന് പോട്ടെ. ഫ്രെയിമിൽ നിന്ന് അങ്ങോട്ട് പോട്ടെ. രണ്ടാളും പോട്ടെ.
ഓക്കെ ഓക്കെ ലാലേട്ടാ ഓക്കെ ഓക്കെ ഒരു ക്ലാപ്പ് ഇട്ടാ എന്നാ ഇനി വില്ലന്മാരെ ചെയ്ത് നമുക്ക് സദ്യയുടെ ചെയ്തെടുക്കാം ആക്ഷൻ Hello? Yeah. See, to enter this case, the CBI officers will take care. Okay? Yeah. Okay. താങ്ക് യു അഞ്ഞു വേണേ വേറെ ആക്ഷൻ Mr. Shankar, you must start immediately, okay? You must be here present tomorrow morning by 10 o'clock. Yeah, you must be here by 10 o'clock. Okay. ഇവിടെ നിന്നൊരു സീനുണ്ട്. This takes. ഓക്കെ അത് മറ്റൊരു ആക്ഷൻ കൊടുക്കും. ആക്ഷൻ സർ ഗുഡ് മോർണിംഗ് Hello, sir. Please take it. Thank you, sir. സാർ ആ ഫയൽ എടുത്ത് കൊടുക്കും സാർ ഈ ഫയൽ കട്ട്. ശരിയല്ല, അവിടുന്ന് ഗുഡ് മോർണിംഗ്. ആക്ഷൻ. ആക്ഷൻ സർ ഗുഡ് മോർണിംഗ് ഓക്കെ അതന്നെ. Please take Thank you, it. sir. ഓക്കെ. Yeah. ഒക്കെ വരണ്ട അത്ര മതി It's okay, yeah. എടാ ഇവിടുത്തെ ഓക്കെ, ആരെ? That's it. ഒക്കെ ഒന്ന് പഠിക്കേ. മെല്ലെ മെല്ലെ വന്നോ ഓക്കെ. ഒരു രണ്ട് ക്ലോസ് നായകൻ ഒന്ന് ഒരു ആക്ഷൻ മുഖം ഉയർത്തിയിട്ട് ചിരി നന്നായി ചിരിക്ക്. ഇതാണ് ചിരി ശരിയല്ല, ചിരി ശരിയല്ല. ഒന്ന് പോയി ചിരിച്ചു ആരൊന്നും ചിരിച്ചു ചിരിക്കുന്നതാവോ ചിരിക്ക്. ഇതെന്ത് ചിരിയടോ? ചിരിക്കേ ഓ വെറുതെ ഒരു ചിരിയാ ആ സംശയം പോരാത് ആക്ഷൻ. എന്ത് സീരിയസ് അത്? പോരാ 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 റെഡി. ആ റെഡി ആവശ്യമില്ല ചിരിക്ക്. ആ റെഡി ആവശ്യമില്ല ചിരിക്ക്. ആ റെഡി വലിയ ചിരി. കുറച്ച് കുറച്ച് ഒന്ന് ചിരിക്ക് ചിരിക്ക് ഓക്കെ ആ ഇങ്ങോട്ട് തിരിഞ്ഞോ, ഫുള്ളായിട്ട് അങ്ങ് തിരിഞ്ഞോ. ആക്ഷൻ. അവര് വരുമ്പോ നീ വന്നോ, ജസ്റ്റ് അവിടെ തിരിഞ്ഞു നോക്കിട്ട് വന്നാ മതി. വണ്ടി ഓടിക്കാൻ അറിയാതെ വന്ന് നടന്നോട്ടോ. ആക്ഷൻ. ആ റെഡി റെഡി ഓക്കെ. തിരിഞ്ഞൊക്കെ നോക്കിട്ട് ഒന്ന് വീഴാൻ പോണ മാതിരിയൊക്കെ. ഓക്കെ ഓക്കെ ബുക്ക് അവിടെ വേണോ? ആ ഓക്കെ 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 റെഡി ആക്ഷൻ ആക്ഷൻ ഓക്കെ പറ്റും. കിട്ടിയില്ലേ പടയപ്പനൊക്കെ? ആ ആളുണ്ട്, അതൊക്കെ രാത്രിയില്ലേ. അത്ര വ്യക്തമുള്ളൂ. ലുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഒന്നങ്ങോട്ട് നോക്ക്, കുറച്ചുകൂടി അങ്ങോട്ട് പോകാൻ തിരികെ. ഒന്നുകൂടെ നോക്ക്. കട്ട്. യെസ്
ഒന്നും കൂടി തിരിഞ്ഞു നോക്കിയത് അല്ലെ ഇങ്ങോട്ട് തിരിയാണേ ഇങ്ങോട്ട് ക്യാമറയിലേക്ക് ക്യാമറയ്ക്ക് നോക്ക് ആക്ഷൻ 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 റെഡി നോക്ക് ഇവിടെ ആക്ഷൻ ഇവിടെ നോക്ക് എന്താ പണി എന്നുള്ള തിരിച്ചില്ല ചോദിക്കാണ് നോക്ക് ഇങ്ങനെ നോക്കടാ ആ ആക്ഷൻ പറഞ്ഞോ It was a technical mistake. ഇറ്റ് വാക്ക് ടെക്നിക് മിസ്റ്റേക്ക് It was a പറഞ്ഞോളൂ It was a technical mistake. ഇറ്റ് വാക്ക് ടെക്നിക് മിസ്റ്റേക്ക് വെറുതെ ഇറ്റ് വാസ് എ ടെക്നിക്കൽ ആക്ഷൻ It was. ഇറ്റ് വാക്ക് എ ടെക്നിക് മിസ്റ്റേക്ക് ഇനി നമുക്ക് ഇനി ഇവിടെ എന്താ എടുക്കാനുള്ളത് ഊണ് കഴിച്ചിട്ട് ഇല്ല സർ അത് പിന്നടാ കഴിച്ചിട്ടോ എന്താ കുട്ടികൾ കഴിക്കാൻ ஓகே ரெடி சொல்லுங்க வணக்கம். நீலமலை தொலைக்காட்சி நேயர்களை எல்லாம் இந்த நேரத்தில் சந்திப்பதில் மிகுந்த மகிழ்ச்சி அடைகிறேன். நமது நீலமலை தொலைக்காட்சியில் ஏற்கனவே சிரிப்பதற்காக சிரிப்போடு சிந்திப்பதற்காக ரசிகன் முல்லாக்கா என்ற ஒரு மெகா சீரியலை நாம் ஏற்கனவே எடுத்து வருகிறோம். அதை நமது ஏனா அவர்களும் மற்றும் சபீர் அவர்களும் அவரோடு இணைந்து அந்த ரசிகன் முல்லாக்கா என்ற சீரியலில் பட்டாளத்துக்காரனாக நடித்து இன்றைக்கு பட்டாளம் அமீது என்று சொல்லுகின்ற அமீதும் எடுத்திருக்கிறார்கள். வருகின்ற 25ஆம் தேதி ரசிகன் முல்லாக்காவுடைய பணிகளெல்லாம் நிறைவு பெற்று அந்த சீரியல் நமது நீலமலை தொலைக்காட்சி நேயர்களுக்காக ஒளிபரப்பு செய்யவிருக்கிறோம். இதற்கிடையில் இந்த ரசிகன் முல்லாக்கா சீரியலை நாங்கள் எடுத்துக்கொண்டிருக்கின்ற போதே ஓய்வான நேரத்தில் அமீத் அவர்கள் என்னிடம் ஒரு கதை இருக்கிறது என்று ஏனாவிடமும் என்னிடமும் சொன்னார். அந்த இடைவேளை நேரத்தில் சற்று நேரம், அதாவது குறைந்தது ஒரு 25-30 நிமிடம் தான் இருக்கும். அந்த 30 நிமிடத்தில் ஹமீத் அவர்கள் சிபிஐ சங்கர் என்கின்ற ஒரு தலைப்பில் ஒரு கதையை சொன்னார். உண்மையிலேயே அந்த கதையை அவர் அந்த 25 நிமிடம் சொன்ன பாணி, சொன்ன விதம், சொன்ன ஸ்டைலே தனியாக இருந்தது. அந்த 25 நிமிடத்தில் கிட்டத்தட்ட ஒரு 10 மணி நேரம் ஒளிபரப்பக்கூடிய கதையை ஒரு அரை மணி நேரத்தில் அழகாக ஒவ்வொரு சொல்லும் அந்த டைலாக் வித் ஆக்ஷன் இரண்டையும் கலந்து டைலாக்கும் சொல்லுகிறார். டைலாக்கை சொல்லி முடித்து அந்த டைலாக்கு எப்படி ஆக்ஷன் பண்ண வேண்டும் என்பதையும் சொல்லுகிறார். இது ஒரு கொலை நடக்கக்கூடிய ஒரு சம்பவம் மைய கருத்தாக வைக்கப்பட்டிருக்கிறது. ஒரு கல்லூரியிலே படிக்கக்கூடிய ஒரு மாணவியை கொலை செய்து விடுகிறார்கள். அந்த கொலை செய்யப்பட்டது எதற்காக, ஏன், எப்படி, எதற்காக, எந்த வகையில் செய்யப்பட்டது,
அந்த கொலையை செய்தவர்கள் யார்கள், எதற்காக, எந்த நோக்கத்தோடு செய்திருப்பார்கள் என்று அவர் சொன்ன அந்த கதையினுடைய பாணி உண்மையிலேயே என்னை திகைக்க வைத்து விட்டது. இதை கேட்டுக்கொண்டிருந்த ஏனா அவரை மறந்து சபாஸ் என்று கையை தட்டி அப்போதே கை கொடுத்தார். அருமையாக செய்திருக்கிறார், இதை நீதான் இயக்க வேண்டும் என்று ஏனா அமீதிடம் கேட்கின்ற போது, கதைதான் என்னுடையது, கதைதான் என்னுடையது, ஆனா இந்த கதையை இயக்க வேண்டியது நீதான் என்று ஏனாவிடம் சொல்லி, அதில் எனக்கும் ஒரு சிறிய கேரட், ஒரு சிபிஐ விசாரணை நடத்துகின்ற ஒரு காவல்துறை அதிகாரியாக என்னை இதிலே நடிக்க வைத்திருக்கிறார். இது ஒரு அருமையான ஒரு கதையாகும். இதுவரை ஒரு திரைப்படத்தில் கூட பார்த்திராத த்ரில்லாக ஒவ்வொரு காட்சியும் அடுத்தது என்ன, அடுத்தது என்ன, அடுத்தது என்ன, இந்த கொலையை யார் செய்திருப்பார்கள் என்ற கண்ணோட்டத்தில் போகிறது. இதிலும் ஒரு சிபிஐ அதிகாரியாக திரு ராமன் பாபு அவர்கள் நடித்திருக்கிறார்கள். அதை போல சந்தியா இந்த கதையினுடைய நாயகியாக, கல்லூரி மாணவியாக நடித்திருக்கிறார்கள். இன்னும் பலரும் இந்த கதையில் கதாபாத்திரங்களாக நுழைந்திருக்கிறார்கள். இதை அருமையாக அழகாக திரு ஹமீத் அவர்கள் கதையை எழுதி, கதை, வசனம், இயக்கம், அதோடு இந்த தொடரையும் தயாரிக்கின்ற ஒரு தயாரிப்பாளராகவும் இருந்து கொண்டிருக்கிறார். இந்த கதையை சொன்னது ஹமீத். ஆனா இந்த கதையை எந்த கண்ணோட்டத்தில் எப்படி எடுக்கப்பட வேண்டும், ஒவ்வொரு சீனும் எப்படி அமைய வேண்டும் என்று ஏனா அவர்கள் இயக்குகின்ற அந்த திறமை இருக்கிறதே, வருங்காலத்தில் ஒரு சிறந்த திரைப்பட இயக்குனராக இன்றே வருவதற்கு அவரிடம் திறமை இருக்கிறது என்று அவர் இயக்கிக் கொண்டிருக்கிறார். இதை ஒவ்வொரு சீனும் எந்த பாட்டு, எந்த சூழலில் எப்படி இதை படம்பிடிக்க வேண்டும், கேமரா கோணங்கள் எப்படி அமைக்க வேண்டும், கேமரா கோணத்திற்கு யார் எந்த வகையிலே இருந்து வசனத்தை சொல்ல வேண்டும் என்று திரு பாலு அவர்களும் இதை ஒளிப்பதிவு செய்து கொண்டிருக்கிறார். இப்படி ஒரு கூட்டு முயற்சி நிச்சயம் வெற்றி பெறும் என்று நம்பிக்கையோடு இந்த நிகழ்ச்சியிலிருந்து வணக்கம் கூறி விடைபெறுகிறேன். வணக்கம். ஏனா அவர்களும் அமீத் அவர்களும் இயக்கும் இந்த மேகா சீரியலிலே நடிப்பதற்காக என்னை அழைத்து இங்கே வந்த அஷ்ரஃப் அவர்களுக்கு முதல் நன்றியை தெரிவித்துக் கொள்கின்றேன். ஏனென்றால் அவர் இல்லை என்றால் இந்த படத்திலே நடிப்பதற்கு எனக்கு வாய்ப்பும் கிட்டியிருக்காது. இப்பொழுது அங்கிருந்து இங்கே வந்து உங்களிடம் இந்த சீரியலிலே நடிப்பதற்கு என்னை ஒரு சிபிஐ சீஃப் ஆஃபீஸராக எனக்கு கொடுத்திருக்கிறார்கள், ஒரு கேரக்டர் கொடுத்திருக்கிறார்கள். அதற்கு எல்லோருக்கும் நன்றி தெரிவித்து இந்த சிபிஐ சீரியல் நன்றாக சக்ஸஸ் ஆக வரும்படி நான் எல்லோரையும் நன்றியுடன் வணக்கம் கூறி பெறுகிறேன். வணக்கம். வரல கரெக்டாக. റെഡി. എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ മൂന്നാമത്തെ സീരിയലാണ്. ആദ്യം രസികൻ മുല്ലാക്ക എന്ന ഒരു സീരിയലിൽ അഷ്റഫ് സാറ് പറഞ്ഞ പോലെ പട്ടാളം, ഒരു എക്സ് പട്ടാളത്തിൻ്റെ ഒരു കോമഡി ക്യാരക്ടറായിട്ട് ഞാൻ അതിൽ ചെയ്തിരുന്നു. അതിനുശേഷം സ്നേഹമേ എന്നൊരു സീരിയൽ അശോക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇത് എൻ്റെ മൂന്നാമത്തെ സീരിയലാണ്. ഇതിന് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. തികച്ചും ഒരു കുറ്റാന്വേഷണ പരമ്പരയാണ് ഞങ്ങൾ ഇതിൽ കൂടെ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ കഥ ഞങ്ങൾക്ക് പറയാൻ പാടില്ല, എന്നാലും ചെറിയ ഒരു ഉള്ളടക്കം ഞാനിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ പ്രണയിക്കാത്തവരായിട്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ലോകത്തിൽ നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. പ്രണയം പല തരത്തിലുമുണ്ടല്ലോ. പക്ഷേ ഇവിടെ ഈ ഒരു കോളേജ് പശ്ചാത്തലത്തിൽ ഒരു പ്രണയം നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രണയം ഒരു കൊലപാതകത്തിൽ കൂടെ അവസാനിക്കുകയാണ്. പക്ഷേ ഈ കൊലപാതകം എന്തിനു ചെയ്തു, ആര് ചെയ്തു, എവിടെ ചെയ്തു, ചെയ്യാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി,
അപ്പോൾ രാഹുൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടറാണ്. അദ്ദേഹമാണോ ഈ കൊല നടത്തിയത് എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ള സംശയം. പക്ഷേ അദ്ദേഹം ഈ കൊല നടത്തിയിട്ടില്ല. പക്ഷേ ഈ കൊല ആര് നടത്തി, എന്തിന് നടത്തി എന്നുള്ള ചുറ്റിപ്പറ്റി അന്വേഷിക്കുന്ന ഒരു കഥയാണ്. പക്ഷെ പോലീസ് മേധാവികളും മറ്റുള്ള എല്ലാവരും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ രാഹുലിന്റെ അറസ്റ്റിന് ഈ നാട്ടുകാരും മറ്റുള്ളവരും തൃപ്തരല്ല. അങ്ങനെ ഇതൊരു വലിയൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രശ്നം വലുതായ അങ്ങനെ CBI അന്വേഷിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ CBI അന്വേഷിച്ച് വന്ന് ഇത് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുകയാണ് ഈ ചെറിയ പരമ്പരയിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഫുൾ 100% എൻ്റർടൈൻമെൻ്റ് ആയ ഒരു സീരിയസ് ഒരു സീരിയലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഈ പരമ്പര കാണണം. എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആരാണ് എന്താന്ന് നിങ്ങൾക്ക് തെളിവായി അറിഞ്ഞിട്ടുണ്ടാവും. ആദ്യത്തെ ഒരു ചെറിയ സീരിയലായ സ്നേഹം എന്ന സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ സീരിയൽ ഒരുവിധം നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൂടാതെ രണ്ടാമത്തെ സീരിയൽ എൻ്റെതായ രണ്ടാമത്തെ സീരിയൽ വന്നിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഡയറക്ടർ സാർ, പ്രൊഡ്യൂസർ സാർ, പിന്നെ അഷറഫ് സാർ ഇവരെല്ലാവരും കൂടി ഈ രണ്ടാമത്തെ സീരിയലിൻ്റെ കഥ എന്നോട് പറഞ്ഞു. പക്ഷെ അതിൽ അഭിനയിക്കാനുള്ള എനിക്ക് ഭയങ്കര നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ടാമത്തെ സീരിയലായത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വന്നിട്ട് എൻ്റെ ഡയറക്ടർ വന്നിട്ട് ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്. അതിൽ എൻ്റെ പേര് വന്നിട്ട് ശോഭയാണ്. അപ്പോൾ ഈ കഥാപാത്രത്തിൽ ഇനി നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ കഥാപാത്രം എല്ലാവരും കണ്ട് നന്നാക്കണം എന്ന് നിങ്ങളെല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നു. നമസ്കാരം. രസിക മുല്ലാഖയ്ക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സീരിയലാണിത്. അങ്ങനെ ഞങ്ങൾ ഈ രസിക മുല്ലാഖ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹമീദ് പറഞ്ഞു, എൻ്റെ അടുത്തൊരു കഥയുണ്ട്, ഒരുപാട് കാലമായി ഞാൻ ഈ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇത് കഴിയുന്നതും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാനാകെ എന്താ പറയുക, അത്ര സൂപ്പറായിരുന്നു കഥ. അങ്ങനെ ഞങ്ങൾ ഇത് അഷ്റഫ് ഭായി ആയാലും മറ്റുമായിട്ട് ഇത് ആലോചിച്ച് ഞങ്ങൾ ഈ സീരിയൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇത് കാണണം. ഞങ്ങൾ അനുഗ്രഹിക്കും. നമസ്കാരം. റെഡി. നമസ്കാരം, എൻ്റെ പേര് മുത്ത്. ഇതെൻ്റെ 4ാമത്തെ സീരിയലാണ്. ഇതിനു മുമ്പ് 3 ചെയ്തു. ഇത് 4ാമത്തെ CBI എന്നൊരു സീരിയലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ റിയാന, ഇതിൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ അമീദ് ബാഷയാണ്. ഇതിനു മുമ്പ് രസിക മുല്ലാഖ എന്നൊരു സീരിയലിൽ ഞാനാണ് പ്രൊഡ്യൂസർ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഇതിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഇവർ വന്നിട്ട് എനിക്കൊരു ചെറിയൊരു വില്ലൻ വേഷം തന്നു. അത് നിങ്ങളെല്ലാവരും കാണണം, ഇഷ്ടപ്പെടണം, അനുഗ്രഹിക്കണം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഷംസീർ. ഈ സീരിയലിൽ അഭിനയിക്കുന്നത് രാഹുൽ എന്നൊരു കഥാപാത്രമായിട്ടാണ്, ഒരു നായകനാണ്. പക്ഷെ എൻ്റെ 2ാമത്തെ സീരിയലാണ് ഞാൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന ഒരു രസിക മുല്ലാഖ. പിന്നെ ഇന്ന സീരിയലിൽ ഞാൻ നിലമ്പൂർക്കാരനാണ് ചെയ്തത്. ഈ സീരിയലിൽ മറ്റേ മിസ്റ്റർ ഹൈന ബഷീർ, ഷമീർ, ഹമീദ് സാർ ഇവരൊക്കെ എനിക്കൊരു 2ാമത്തെ രംഗം തന്നിരിക്കുകയാണ്. മുമ്പത്തെ സീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, എങ്കിലും ഇത് 2ാമത്തെ ഒരു സീരിയൽ CBI ഇത് കഥാപാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ ഒരു വിജയമായിരിക്കും. എൻ്റെ കഴിവ് പിന്നെ ശരിക്കും അത് ചെയ്യുന്നുണ്ട്. എൻ്റെ കഴിവ് പ്രകാരമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ നന്നാവണം, പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. നമസ്കാരം, എൻ്റെ പേര് ലത്തീഫ്. ഞാൻ സുൽത്താൻ ബത്തേരിക്കാരനാണ്. എനിക്ക് CBI എന്നൊരു സീരിയലിൽ പുതുമുഖ ക്യാരക്ടറായി ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കാണുക, സഹകരിക്കുക. മേക്കപ്പ് അല്ല. ആക്ഷൻ. ആക്ഷൻ.
സാർ പെട്ടെന്ന് വരണം സാർ. ഇവൻ തൊപ്പിയോട്ട് എത്തുമ്പോ രണ്ടാളും തൊപ്പി വരണപ്പം കേറി കേറി വരെ വരെ ഡയലോഗ് ഒന്നും വേണ്ട. സാറ് കാണുന്നു. ലത്തീഫ് തൊപ്പി വരുന്നു. ഓക്കെ മതി വരട്ടെ. വരാൻ പറ ആക്ഷൻ ആക്ഷൻ. ഓക്കെ കൈ തടി പോയി തടി കൈ തടി. ഇളങ്കോ സാർ പറട്ടെ. ഇളങ്കോ ആയാലും ഇളക്കോ ആയാലും കടത്തി വിടാൻ പറ്റില്ല. ഓക്കെ 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 അത് മതി. തള്ളിയിട്ട് പോ കാക്ക പോകെ. ഓക്കെ രണ്ടാ മതി. അത്ര മതിയല്ലോ അല്ലേ? മതി മതി. വന്നാൽ മതി. കുറച്ചുകൂടി അപ്പുറത്ത് 2 വളവ് കൂടി കഴിഞ്ഞാൽ മൂടലൂർ ഇങ്ങനെ താന്നിട്ട് ഫുൾ ലൈറ്റ് ഇതായിട്ട് നല്ല രസമാണ്. വന്നാൽ മതി. കുറച്ചുകൂടി അപ്പുറത്ത് 2 വളവ് കൂടി കഴിഞ്ഞാൽ മൂടലൂർ ഇങ്ങനെ താന്നിട്ട് ഫുൾ ലൈറ്റ് ഇതായിട്ട് നല്ല രസമാണ്. ഒരു വരുന്നവരൊക്കെ അത് കണ്ടിട്ട് താഴ്ന്നു നിൽക്കണ്ടായിരുന്നേ. പപ്പി ബാ ബാ പപ്പി ബാ അങ്ങനെ പറ്റും. പപ്പി ബാ പോട്ടെ പോട്ടെ ഓടി ഇറങ്ങി പോരെ. പപ്പി ബാ അല്പം വാ അല്പം വാ. എടുക്കണം. അതെ നല്ല സെറ്റപ്പ് രംഗാണ്. ആ രംഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കും. മലയാളം റെഡിയാണ് ആ രംഗം. ഫാമിലി വരുമ്പോ ലൈസൻസ് വരാൻ പറടാ. മുറിച്ചെടുത്താ ഒന്നുകൂടെ വേറെ സീൻ സാറ് വിളിച്ചോ. വരും വരും ഓടി ഓടി സൈഡിൽ ഓടി. കമാ ബാ കമാ പപ്പി. ആ സീനാണ്. ക്യാമറയിൽ നോക്കട്ടെ. പപ്പി.
പേടിയായി എല്ലാരും കണ്ടപ്പോ. CBI ഇടുമ്പോ അതിന്റെ ഇതില്ലേ ഇല്ല എത്തില്ല ഞാൻ കൊണ്ടാക്കി. ശരി ஓகே சார். இது அந்த கை போடு, அல்ல அந்த ஹேண்ட் பண்ணுங்க. ஓகே ஓகே சார். ஓகே ஓகே I will come sir. Sharp 10 o'clock. I will be there. Okay sir. Okay okay. I will come there sir. Sharp 10 o'clock. I will be there. Okay.